എടാ, നീ എന്ത് ചെയ്തിട്ടാ ഈ കാട്ടിലേക്ക് കയറിയത്? നിന്നെ അന്വേഷിച്ച് പോലീസുകാരും ഫോറസ്റ്റുകാരും നാട്ടുകാരും മയക്കൊരു ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഒരു ഉത്സവത്തിന് എന്നെ കൊണ്ട് എഴുന്നള്ളിച്ച് നിർത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചുറ്റും പുകയും തീയും ആൾക്കാരുടെ ആഘോഷവും ലൈറ്റും. ആരോ എന്റെ കാലിനടിയിൽ കൊണ്ട് പഴക്കം പൊട്ടിച്ചു. ആരോ എന്നെ വാലി പിടിച്ചു വലിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പേടിച്ചു ഓടി. ഞാൻ മുന്നിൽ കണ്ടതിനെല്ലാം തട്ടിയെറിഞ്ഞു. എന്റെ വാലി പിടിച്ചവരെ ഞാൻ ചവിട്ടിക്കൊന്നു. എന്നെ കുത്തി നോവിച്ചാണ് ഞാൻ തട്ടിയെറിഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. എടാ, നീ ഒരു കൊച്ചു കുഞ്ഞിനെയും കൂടി കൊന്നിട്ടാ ഈ കാട്ടിലേക്ക് കയറിയത്. ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് മതപ്പാടായിരുന്നു. എന്റെ മതപ്പാടിന് അത് മൊത്തം മാറാതെ അവര് 2-3 ചങ്ങലകൾ കൂടുതലിട്ടാ എന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുപോയത്. എന്റെ തലയിലാരും പിറുപിറുക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മുന്നിൽ കണ്ടവനില്ല ഞാൻ തട്ടിയെറിഞ്ഞിട്ട് ജീവനെ കൊണ്ടോ ഇവിടെ കൂടി വന്ന്. ഇവിടെ ഈ കാട്ടില് ഈ മണ്ണിൽ നിൽക്കേണ്ട എന്നെ അവര് കൊണ്ട് ഈ ചുട്ടുപഴുത്ത ടാർ റോഡിൽ കൊണ്ട് നിർത്തി ഡീനും ചെയ്യുന്നു. ഇടയോടെ പാർത്തുല്ലസിച്ച് നടക്കേണ്ട എന്നെ മതപ്പാടെന്ന് പറഞ്ഞ് ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് ദ്രോഹിക്കുന്നു. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ സംസാരിച്ച അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ പോത്തിനെ കൊന്നു കഴിക്കാറില്ലേ, കോഴിയെ കൊന്നു കഴിക്കാറില്ലേ എന്നൊക്കെ. എന്നെ സ്നേഹിക്കുന്നവരില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. എടാ, അവര് കാട് കയറിയിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആവില്ലടാ. നീ ഓടി രക്ഷപ്പെട്ടു. അവരുടെ കയ്യിലെങ്ങനെ നിന്നെ കിട്ടിയ എന്നെ പോലെ അവര് നിന്നെയും പിടിച്ചോണ്ട് പോകും. എന്നിട്ട് എന്റെ നാട്ടിലെ സുഹൃത്തുക്കളെ പോലെ കണ്ണുപൊട്ടണ നീ ജീവിക്കേണ്ടി വരും. പോയിക്കോ.